കുറെ കാലമായിട്ട് ബ്ലൂ പ്രിന്റ് എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. ഒരു പ്രിന്റും ഇല്ല. അതായത് പ്രിന്റ് ചെയ്യാൻ പോലും ഉള്ള ഒരു സാധനം ഇവർ കൊടുത്തിട്ടില്ല. പിന്നെയല്ലേ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ഇത് ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ പദ്ധതികളിലൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പദ്ധതി കേരളത്തിന് അർഹതപ്പെട്ട ഒരു പദ്ധതിയെക്കുറിച്ച് പരാമർശിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അതെ, ആമ. നമുക്കിനി ആമ, നമ്മുടെ പ്രതീക്ഷ ആമയുടെ മോഡിലാണ്. അതായത് കേരളം ആമയെ പോലെ ആകണമെന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കേരളത്തെ ഞെരിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അതിവേഗതയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ മിഞ്ഞാന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാനത് പറഞ്ഞല്ലോ, അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഒന്നാമത് 16 ഈ കഴിഞ്ഞ ജനുവരി 16 ഞാൻ പ്രൈം മിനിസ്റ്ററെ കാണുന്നതും ഈ സംഗതിയെപ്പറ്റി സംസാരിക്കുന്നതും. അന്ന് അപ്പോഴേക്കും ബഡ്ജറ്റൊക്കെ റെഡിയായിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത് ബഡ്ജറ്റ് വേണ്ട വിഷയമല്ലാതെ ഇത് നമ്മുടെ ഉദ്ദേശം ഒരു അതിവേഗ റെയിൽവേക്കുള്ള ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കൽ മാത്രമാണ്. അതിനും ഈ ബഡ്ജറ്റായി അതിനും ബന്ധമില്ല. എപ്പോൾ വേണമെങ്കിൽ ചെയ്യാമല്ലോ. അത് ഓർഡർ ചെയ്യാനുള്ള ഫുൾ അധികാരം അദ്ദേഹത്തിനാണ്. ബഡ്ജറ്റിലേക്കോ ക്യാബിനറ്റിലേക്ക് പോവുക അപ്പോഴൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞു ഒരു 7 അതിവേഗ റെയിൽവേ പദ്ധതികളെ പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് ഡിഫറെൻ്റ് ആട്ടോ. അതെന്തായിട്ട് വേറെ ബന്ധമില്ല. അത് 350 കിലോമീറ്റർ സ്പീഡുള്ള ട്രെയിൻസാണ്. ഇപ്പോൾ ബോംബെയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ട്രെയിൻസാണ്. വെരി വെരി ഫാസ്റ്റ് ട്രെയിൻസ്. അതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ. അതുകൊണ്ട് ഒന്നും പരിഗണിക്കാനില്ല. നമുക്ക് കാര്യമായിട്ട് വേണ്ടത് വേഗം പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് ചില അവർ അയച്ചു കൊടുക്കുക. എന്നാൽ പ്രോസസ്സിങ് ടൈം വേണ്ടേ. അത് പ്രോസസ്സ് ചെയ്തിട്ട് എല്ലാവരും അപ്രൂവൽ മേടിക്കലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റ് മേടിക്കും ഒക്കെ വേണേ. അതുകൊണ്ട് നമ്മളൊന്നും മിസ് ചെയ്തിട്ടില്ല. നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം നാളെ ഇവിടുത്തെ ഓഫീസ് തുറക്കും. ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. റെയിൽവേ മിനിസ്റ്ററുടെ ഉദ്ദേശം ഈ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് DMRC ഉണ്ടാക്കണമെന്നാണ്. അതായത് എൻ്റെ മോണിറ്റർ ചെയ്തിട്ട് ഞാൻ ഉള്ളപ്പോൾ ഉണ്ടാക്കുന്നതാണ് അവരുടെ ഉദ്ദേശം. അപ്പം ഉടൻ തന്നെ അന്ന് തന്നെ ഞാൻ DMRC മണിയുണ്ടായിട്ടുള്ള സംസ്ഥാനം നടത്തി ഞങ്ങൾ തീർച്ചയാക്കി അത് വന്നോടെ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തന്നെ ഞങ്ങൾ തീർച്ചയാക്കി ഞങ്ങൾ ഈ ഉത്തരങ്ങൾ വരുന്നവരെ കാത്തിരിക്കേണ്ട, വെറുതെ സമയം കളയാണല്ലോ. കേരളത്തിലാണെങ്കിൽ ജൂൺ ജൂലൈ വന്നാൽ മഴയായി. പിന്നെ ഒരു റിപ്പോർട്ട് ഒരു സർവേ ചെയ്യാൻ നിർത്തിയില്ല. പല സർവേ ചെയ്യാണ്ട്. അപ്പോൾ നാളെ എൻ്റെ ഓഫീസ് തുറക്കും. വലിയ ഗംഭീരമായുള്ള ഓഫീസൊന്നുമല്ല, വന്നിരിക്കുന്ന ആൾക്കാർക്ക് വന്നിരുന്ന് ഒക്കെയുള്ള സൗകര്യം. അത് കേരളത്തോടുള്ള പകപോക്കലാണ് കേന്ദ്ര ഗവൺമെൻറ് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളം ഒരു ജനാധിപത്യ മതേതര സംസ്കാരമുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ BJPക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല, അവർ രാഷ്ട്രീയ മേൽക്കൈ നേടുന്നില്ല എന്നതിൻ്റെ പ്രതികാരമാണ് ജനങ്ങളുടെ ഈ ബഡ്ജറ്റിലെ ക്രൂരമായ അവഗണന. കേരളത്തിൻ്റെ വികസനാവശ്യങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ കേവലം ഒരു ആമ വളർത്ത് കേന്ദ്രത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ്. എല്ലാ മേഖലയും തകർക്കുന്ന എയിംസ്, അതുപോലെ അതിവേഗ റെയിൽപാത, ഇതിനെല്ലാം അവഗണിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റ്, അതിനെതിരെ പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പോലും തയ്യാറാകണം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്തോ ഒരു അവകാശവാദം ഉന്നയിച്ചതായിട്ട് കേട്ടു. അദ്ദേഹം എന്ത് അവകാശവാദം? അടിസ്ഥാനരഹിതമാണ്. എല്ലാ തലത്തിലും അവഗണനയാണ്. കടുത്ത നിരാശയാണ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് കേരളത്തിലെ ജനങ്ങൾ ഈ ബഡ്ജറ്റിനെതിരെ ഉയർത്തുന്നത്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയില്ല, മനസാക്ഷി അനുവദിക്കുന്നില്ല. അദ്ദേഹം ജനപ്രതിനിധിയല്ലേ?
പ്രതിഷേധം രേഖപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. സർക്കാരിന് ഭയമാണല്ലോ. TP കേസിലെ പ്രതികൾ ഉൾപ്പെടെ രമയാണ് ആ പ്രമേയം കൊണ്ടുവന്നത്. രമയുടെയും പ്രതിപക്ഷത്തിൻ്റെയും വാക്കുകൾ കേൾക്കാൻ കേരള സർക്കാരിന് ഭയമാണ്. CPM-ന്റെ പ്രതികൾക്ക് ജയിലിൽ കഴിയുന്നവർക്ക് അവർക്ക് ശമ്പളം അല്ലെങ്കിൽ കൂലി കൂട്ടിക്കൊടുത്ത സർക്കാരാണ്. കാരണം എന്താണ്? കൊലക്കേസ് പ്രതികൾ, തടവ് ശിക്ഷ അനുഭവിക്കുന്നവർ, വിചാരണ പ്രതികൾ അധികവും CPM-ന്റെ ആളുകളാണ്. പാർട്ടി പ്രേരിപ്പിച്ചുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തിയ കേസിലെ പ്രതികളാണ്. അവർക്ക് അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് പരോള് നൽകുന്നു, എല്ലാ സംരക്ഷണവും നൽകുന്നു. അവസാനം അവർക്ക് കൂലി വർദ്ധിപ്പിച്ചു കൊടുത്തു. ആശാ വർക്കർമാർക്കല്ല, ക്രിമിനലുകൾക്കാണ് കേരള സർക്കാർ പരിഗണന നൽകുന്നത്. അതൊക്കെ മുന്നോട്ട് പോകുന്നു നന്നായിട്ട്. വളരെ 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 ഫ്രണ്ട്ലി, വളരെ ഫ്രണ്ട്ലി. അദ്ദേഹം ജയിച്ചു വരും. ബേപ്പൂർ MLA ആയിരിക്കും. ഉറപ്പായിട്ടും. സ്വന്തം അസാധാരണമായതാണല്ലോ വാർത്ത. അപ്പൊ എല്ലാ ബജറ്റിലും കേരളത്തോടുള്ള അവഗണന ഉള്ളതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു വാർത്തയല്ലാത്തൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തോട് ഞാൻ ഒറ്റ നോട്ടത്തിലാണ്, പൂർണ്ണമായിട്ടും ബജറ്റിന്റെ ഉള്ളടക്കത്തിലേക്ക് പോയിട്ടില്ല, കടുത്തൊരു അവഗണന തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഇപ്പോ 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അത് അതിവേഗ റെയിൽ, കേന്ദ്രം ഒരു അതിവേഗ റെയിൽ കൊണ്ടുവരുന്നു. അതിന് ശ്രീധരൻ സാറിനെ പോലുള്ള ആളാണ് അതിന്റെ ചുമതല വഹിക്കുന്നത്. അപ്പൊ അതിന് നിൽക്കുമ്പോൾ അതിനെതിരായിട്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കേരളം നടത്തേണ്ടതുണ്ടായിരുന്നോ? പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കേന്ദ്രത്തിന്റെ പദ്ധതി, അത് വേഗതയുള്ള സംവിധാനം വേണം, സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ മാധ്യമപ്രവർത്തകരോട് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞു, ഇപ്പോ 2 ദിവസം കഴിഞ്ഞ് ബജറ്റ് വരികയാണല്ലോ, ആ ബജറ്റിൽ നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ ഔദ്യോഗികമായിട്ടൊരു അതിവേഗ റെയിൽ ഇടനാഴി കേരളത്തിന് വരികയും അതിന്റെ സ്പെഷ്യൽ ഓഫീസറായ ശ്രീധരൻ സാറെ ചുമതലപ്പെടുത്തുകയും ചെയ്താൽ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് അതിനൊപ്പം നിൽക്കും. അങ്ങനെ എന്ത് സംവിധാനമാണ് ഇതുവരെ ഉള്ളത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഒരു പ്രതീതി പെട്ടെന്ന് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു. അത് ആ രൂപത്തിൽ തന്നെ ഒരു പരാമർശവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, 7 എണ്ണം പ്രഖ്യാപിച്ചിട്ടും കേരളത്തിന്റെ ഇത്തരം ഒരു പദ്ധതിയുമായി ആദ്യം മുന്നോട്ട് വന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ അത് പരിഗണിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചില്ല. നമ്മൾ നേരത്തെ അതിവേഗ റെയിൽ സംവിധാനം സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് കേന്ദ്രത്തിന് നൽകിയിരുന്നു. അത് അംഗീകാരം നൽകാതിരിക്കുന്നു. പുതുതായി കേന്ദ്രം തന്നെ നേരിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കേരളത്തെ ഉൾപ്പെടുത്താതിരിക്കുന്നു എന്നുള്ളത് കടുത്ത വിവേചനമാണ്. അതുപോലെ തന്നെ എയിംസ്, നമ്മൾ സ്ഥലം ഏറ്റെടുത്ത് ആദ്യം ഒരു സ്ഥലത്തിന്റെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. അന്ന് 3 സ്ഥലങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചു. അതിനെ തുടർന്ന് ഒരു സ്ഥലമാക്കി നൽകണം എന്ന് യൂണിയൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. ഒറ്റ സ്ഥലം കൊടുത്തപ്പോൾ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ഉൾപ്പെടെ ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞു. വ്യവസായ വകുപ്പിന്റെ കയ്യിൽ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന സ്ഥലമാണെങ്കിൽ പോലും എയിംസ് വരുന്നതിന് വേണ്ടി കിനാലൂര് ആ സ്ഥലം തന്നെ ആരോഗ്യവകുപ്പിന് കൈമാറി. എന്നിട്ടും എയിംസ് നൽകുന്നതിന് LDA മിക്കവാറും എത്രയോ എയിംസുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, അത് നൽകുന്നില്ല എന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ നികുതി വിഹിതത്തിൽ അർഹതമായിട്ടുള്ള ഒരു പങ്കാളിത്തം കേരളത്തിന് കിട്ടണം എന്നുള്ള ആവശ്യവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ആകെപ്പോ നിങ്ങൾ ചിലരൊക്കെ പറഞ്ഞതൊരു ഇടനാഴി ധാതുക്കൾക്ക്, അത് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് നമ്മുടെ കയ്യിലുള്ള ധാതു അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണെന്ന് അറിയില്ല. ഇപ്പോ വരുന്ന ഭേദഗതികൾ സംസ്ഥാനത്തിലുള്ള അധികാരത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ധാതുക്കളുടെ ലേലം ഉൾപ്പെടെ കേന്ദ്രത്തിന് നേരിട്ട് ചെയ്യാനുള്ള അവകാശം നൽകുന്ന ചില ഭേദഗതികൾ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള ധാതുക്കൾ എടുക്കാനാണോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിൽ നമ്മുടെ ധാതു സമ്പത്ത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ വാല്യൂ അഡീഷണൽ കേരളത്തിൽ ഞങ്ങൾ 2013-14 കാലഘട്ടത്തിൽ ഓഫർ ചെയ്താണ് എയിംസ് കേരളത്തിൽ. ഇന്നത്തെ ആരോഗ്യമന്ത്രി നഡ്ഡ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് പാർലമെന്റിലെ എന്റെ ചോദ്യത്തിന് പാർലമെന്റിൽ അഷൂറൻസ് ആയിരുന്നു അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ എയിംസ് അനുവദിക്കും. ഇപ്പൊ 13 കൊല്ലം കഴിഞ്ഞു. ആ പ്രോമിസ് കഴിഞ്ഞ് 13 കൊല്ലം കഴിഞ്ഞു. നിരവധി എയിംസ് രാജ്യവ്യാപകമായി അനൗൺസ് ചെയ്തു. കേരളത്തിന് ഈ ബഡ്ജറ്റിൽ പോലും എയിംസ് എന്ന് പറയുന്നത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. കേരളം അർഹതപ്പെട്ട സംസ്ഥാനമല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബജറ്റിൽ കുറെ പരാമർശങ്ങളുണ്ട്. ആരോഗ്യ മേഖലയിൽ, ടൂറിസം മേഖലയിൽ,
അതുപോലെ തന്നെ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഒക്കെ തന്നെ ആയുർവേദത്തിന്റെ കാര്യത്തിൽ ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള സംസ്ഥാനമാണ് കേരളം. ഇപ്പൊ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള സംസ്ഥാനമാണ് കേരളം. പദ്ധതികളില്ല, ജനറലായിട്ട് പറഞ്ഞു പോകുന്നതിലാണ്ട് ഒന്നുമില്ല. ആരോഗ്യ മേഖലയിൽ നമുക്ക് നല്ല ആരോഗ്യ പരിരക്ഷാ കേന്ദ്രങ്ങളുള്ള നാടാണ് കേരളം. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിച്ചു, കേരളത്തിന് വേണ്ടി ഒന്നുമില്ല ആരോഗ്യ മേഖലയിൽ. അതുപോലെ തന്നെയാണ് ആയുർവേദത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷെ കേരളത്തിനില്ല. മനസ്സിലാക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹൈസ്പീഡ് കോറിഡോർ ഈ ശ്രീധരൻ വലിയ പ്രതീക്ഷയാണ് രാജ്യത്തിന് നൽകിയത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയൊന്നും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നതാണ്, അദ്ദേഹത്തിന്റെ എഫിഷ്യൻസിയെയും എല്ലാവരും ബഹുമാനിക്കുന്നതാണ്, രാജ്യം ബഹുമാനിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ മറ്റ് 5 കോറിഡോർ അനുവദിച്ചിട്ടും ഹൈസ്പീഡ് കോറിഡോർ അനുവദിച്ചിട്ടും കേരളത്തിനില്ല. അപ്പൊ എങ്ങനെയാണ് ഈ സർക്കാർ കേരളത്തെ കാണുന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള സൂചനയല്ല ഇത്. ഈ ബജറ്റ് കേരളത്തെ പരിപൂർണമായിട്ടും അവഗണിച്ചു എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാര്യം. പിന്നെ ആകെ പ്രഖ്യാപിച്ചിട്ടുള്ള ചില പദ്ധതികളുണ്ട്, അതൊക്കെ ഓൺഗോയിങ് സ്കീമാണ്. നാളികേരത്തിന്റെ പദ്ധതികൾ കോക്കനട്ട് റിജന്യൂവേഷൻ UPA കാലത്ത് തുടങ്ങിയ പദ്ധതിയാണ്. അത് എല്ലാ ഗവൺമെന്റ് കാലത്തും കുറച്ച് എക്സ്റ്റൻഷൻ ഉണ്ടാവുന്നല്ലാണ്ട് അത് പ്രത്യേകമായിട്ട് എന്ത് പദ്ധതിയാണ് അവർ ആവിഷ്കരിക്കാൻ പോകുന്നതിന് വ്യക്തതയില്ല. അതുപോലെ കശുവടിയുടെ കാര്യത്തിലും കയറിന്റെ കാര്യത്തിലും ഒക്കെ തന്നെ കൃത്യമായി എന്ത് പദ്ധതിയാണ് അവർ കൊണ്ടുവരാൻ പോകുന്നുള്ളതില്ല. ധാതുമണലിന് വേണ്ടി പ്രത്യേക കോറിഡോർ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തും കേരളത്തിന് ആശങ്കകളാണുള്ളത്. കാരണം ഇപ്പം മിനറൽ സെക്ടറിലേക്ക് സർക്കാരിന്റെ ഇഷ്ടപ്പെട്ട കോർപ്പറേറ്റുകൾ കടന്നു വന്നിട്ടുണ്ട്, അവർ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കേരളത്തിന്റെ ഈ അമൂല്യമായ ധാതുസമ്പത്ത് ഖനനം ചെയ്യാനുള്ള അവകാശം പൊതുമേഖലയ്ക്ക് മാത്രമാണ്, കേരളത്തിന്റെ രാജ്യത്തിന്റെ. അതും ഇപ്പൊ കേരള ഗവൺമെന്റ് ഒരു ബഡ്ജറ്റിലും കഴിഞ്ഞു മിഞ്ഞാന്ന് ഒരു കോറിഡോർ വിഴിഞ്ഞത്തുനിന്ന് കൊല്ലത്തേക്ക് വരും. 42,000 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാവുന്നു. അതിന്റെ അർത്ഥം നിക്ഷേപം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ ധാതുമണൽ ഖനനം സ്വകാര്യ മേഖലയിലേക്കും കൂടെ വ്യാപിക്കപ്പെടുമോ എന്നുള്ള ആശങ്കക്ക് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്, അത് ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. എയിംസ് വരും മറ്റേ മോനെ എന്നാണല്ലോ പറഞ്ഞ. ഇപ്പോ കേരളത്തിലുള്ളവർ ചോദിക്കുന്നു, എയിംസ് എവിടെ മറ്റേ മോനെ എന്നാണ് കേരളത്തിലുള്ളവർ ഇപ്പോ ചോദിക്കുന്നത്. ഇപ്പൊ മിണ്ടാട്ടമില്ല. ഇപ്പൊ കലങ്ങിലൊക്കെ പോയി ഇരിക്കുകയായിരുന്നു, ഇപ്പോ കലങ്ങുമില്ല, കേരളത്തിലും ഇല്ല. ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് മിണ്ടാട്ടവുമില്ല. ഈ ജയരാജേട്ടൻ അവിടെ പോയി യോഗങ്ങളിൽ പങ്കെടുക്കുന്നു, അവിടെ ഒരു ബൈക്ക് കത്തിച്ച സംഭവം ഉണ്ടാകുന്നു. ഇത് വെള്ളൂരാണ് പങ്കെടുക്കുന്നത്, ഈ കുഞ്ഞികൃഷ്ണന്റെ നാട്ടിലാണ്. ഈ അനുനയ നീക്കങ്ങൾ നടക്കണ്ടോ നമ്മുടെ അണികൾക്കിടയിലെങ്കിലും? അല്ല, അനുനയ നീക്കം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന്, പാർട്ടി എടുത്ത നിലപാടുകൾ അത് പാർട്ടി പ്രവർത്തകന്മാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാ സ്ഥലത്തും പാർട്ടി നേതാക്കന്മാർ പോയി രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും പോയി എന്ന് മാത്രം. ഞാൻ പോയത് എന്തോ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും വസ്തുതയല്ല. പാർട്ടി മെമ്പർമാരോട് പാർട്ടി നേതൃത്വത്തിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ സംബന്ധിച്ച് പറയേണ്ടതുണ്ട്. ആ കാര്യങ്ങളാണ് വിശദീകരിച്ചത്. ഒപ്പം സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ടൊരു ദൗത്യത്തിൻ്റെ വിഷയമില്ല. പിന്നെ പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും പാർട്ടിയോട് കൂടെ നിൽക്കും. പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ഈ വലതുപക്ഷ രാഷ്ട്രീയക്കാർക്കൊപ്പം വലതുപക്ഷ മാധ്യമങ്ങൾക്കൊപ്പം ജനങ്ങൾ ഒഴുകിപ്പോകുന്ന പ്രശ്നമില്ല. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം 4-ാം തീയതി 34 പുറത്തിറങ്ങുകയാണ്. ഈ പുസ്തകം വാങ്ങുമെന്ന് ചില ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അല്ല, പുസ്തകം ആർക്കും വാങ്ങാമല്ലോ, പുസ്തകം ആർക്കും വാങ്ങാം. അപ്പോൾ പുസ്തകം വാങ്ങി അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പിന്നീട് പറയാം. പുസ്തകം പുറത്തു വരട്ടെ. വ്യാപകമായ വിമർശന പരിധിയിൽ വരുന്നുണ്ട്. ലോക്കൽ കമ്മിറ്റി പലരും പങ്കെടുക്കുന്നവരല്ല. അല്ല, ലോക്കൽ കമ്മിറ്റിയിൽ ഇന്ന വിമർശനം വന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ, അതൊന്നും സത്യസന്ധമായിരിക്കാനിടയിൽ. അപ്പം അതുകൊണ്ട് പുസ്തകം വരട്ടെ, അതേക്കുറിച്ചും പാർട്ടി പറയും. അല്ല, ഈ ആദ്യം കണക്ക് പാർട്ടി ഫോറങ്ങളിൽ അവതരിപ്പിക്കാന്ന് പറഞ്ഞു, പിന്നീട് പൊതുജന സമക്ഷത്തിൽ അവതരിപ്പിക്കാന്ന് പറയുന്നത് എന്തെങ്കിലും അണികൾക്കിടയിൽ ഉണ്ടായ ഒരു വിമർശനത്തിന്റെ ഭാഗമായിട്ടാണോ? അല്ലെങ്കിൽ അല്ലല്ല, അത് വിശദീകരിച്ച നേതാക്കന്മാരോട് തന്നെ നിങ്ങൾ ചോദിച്ചാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞത് അതെല്ലാം സംബന്ധിച്ച് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഇതിനകം പറഞ്ഞിട്ടുണ്ട്. അതേ സംബന്ധിച്ചല്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ CPM-നെ ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമമുണ്ടല്ലോ, ആ ശ്രമം ഇതൊക്കെ മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല. അതാ ഞാൻ പറഞ്ഞത്, വെള്ളപ്പണവും കള്ളപ്പണവും ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടികളാണ് BJP-യും കോൺഗ്രസും. അതിൻ്റെ നേതാക്കന്മാർ എത്ര കള്ളപ്പണം ഉപയോഗിച്ചു, എത്ര വെള്ളപ്പണം ഉപയോഗിച്ചു,
എന്നത് ജനങ്ങളോട് പറയട്ടെ. ഞങ്ങളുടെ കണക്കുകളൊക്കെ സുതാര്യമാണ്, അത് ഞങ്ങൾ ജനങ്ങളോട് പറയും. ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ ഈ കണക്കുകൾ പുറത്തുവിട്ടിരുന്നെങ്കിൽ അല്ല ആക്ഷേപം വന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ. അല്ല, രക്തസാക്ഷി കണ്ടുകൂടിയാണല്ലോ, മുൻ ഏരിയ സെക്രട്ടറിയാണ്, ജില്ലാ കമ്മിറ്റി അംഗമാണ്, ഇങ്ങനെ വലിയ അതേ സംബന്ധിച്ചെല്ലാം പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും കേരളത്തെ ഇത് സാധാരണ പോലെ തന്നെ അവഗണിച്ചു. അതുകൂടാതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ആമ പ്രയോഗമുണ്ട്. അതോടുകൂടി അതൊരു അപമാനിക്കലായിപ്പോയി കേരളത്തെ. കാരണം ഒരു സംസ്ഥാനം ഇവിടെ ഉണ്ട് എന്ന തോന്നൽ തന്നെ അവർക്കില്ല എന്ന് തോന്നുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് അങ്ങനെയാണ്. ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, എല്ലാവരെയും പോലെ പരിഭവം പറയാനേ കേരള ഗവൺമെന്റിനും കഴിയുന്നുള്ളൂ. പോയി വാങ്ങിയെടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും ദയനീയമായ കാഴ്ച. ഇതിനു മുമ്പൊക്കെ BJP കേന്ദ്ര ഗവൺമെന്റിലുള്ളപ്പോൾ UDF ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ന്യായമായ അവകാശം വാങ്ങിയെടുക്കാൻ പണ്ട് കഴിഞ്ഞിരുന്നു കുറേയൊക്കെ. അതിന് ചില നിരന്തര ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ അല്പം സാമർത്ഥ്യം ഇവരും കാണിക്കുന്നില്ല. ഉണ്ടാവില്ല എന്ന് ആകാശം നോക്കിയിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാലോ, ഒരു ഗവൺമെന്റ് നാട്ടിലെ മറ്റ് പ്രതിപക്ഷം പറയുന്ന മാതിരി പറയാനല്ല ഇരിക്കുന്നത്. ഗവൺമെന്റ് കേരളത്തിന്റെ അവകാശം വാങ്ങിയെടുക്കാനായിരിക്കുന്നത്. നിരന്തരം കേരളം അവഗണിക്കപ്പെടുന്നതിൽ കേരള ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഏതായാലും അങ്ങനെയാണ്. അവർക്ക് വലിയ പൊളിറ്റിക്കൽ സ്റ്റേക്കൊന്നും കേരളത്തിൽ ഇല്ല എന്ന തോന്നലായിരിക്കാം ഇത്തരത്തിൽ എല്ലായ്പ്പോഴും അവഗണിക്കുന്നതിന്റെ കാരണം. വയനാട്ടിലെ പ്രളയ സമയത്തൊക്കെ നമ്മൾ കണ്ടല്ലോ, സാധാരണഗതിയിൽ ഒരിക്കലും സംഭവിക്കാത്തതാണ്. പ്രൈം മിനിസ്റ്റർ വന്നിട്ട് പോലും പിന്നെ ചില്ലിക്കാശില്ല. ഇപ്പോ വീണ്ടും അവഗണനയാണ്. രണ്ട് ഗവൺമെന്റുകളും ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത്.